ഫ്രണ്ട്സ്, ഇന്നും നല്ല ഈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പാവ് ബജി റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ദിസ് ഇസ് ധന്യാസ് ഓൺ ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് ഫീൽഡ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ചെറിയൊരു കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു സവാള, ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ക്യാരറ്റും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ജസ്റ്റ് കളർ കിട്ടാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ കോളിഫ്ലവർ വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതും ഇതുപോലെ തന്നെ ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു കുക്കർ വയ്ക്കാം. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ വേണമെങ്കിൽ അതായാലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ചെറിയ ജീരകം ഒരു ചെറിയ സ്പൂണോളം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. നമ്മളിട്ട് കൊടുത്ത ജീരകം ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എത്രത്തോളം വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം. ഞാൻ വളരെ കുറച്ചാണ് ഇപ്പോൾ ഗ്രേവി തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണ്. അത് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി 1 മിനിറ്റ് ആ പൊടികളും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കുട്ടികൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ്, അതുപോലെ തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അതുപോലെ ഗ്രീൻ പീസ്, കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 1 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ഒരു ചെറിയ കപ്പ് 150 ml വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മുങ്ങിക്കിടക്കാവുന്ന പാകത്തിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ മിക്സ് ആക്കിയിട്ട് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ കുക്കറിൻ്റെ വിസിലനുസരിച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ച് പിന്നെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാ വെജിറ്റബിൾസും ഗ്രീൻ പീസൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു തവി ഉപയോഗിച്ച് നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തവി ഉപയോഗിച്ച് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ ഉടച്ച് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉടച്ചെടുക്കുന്ന എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തവി ഉപയോഗിച്ച് നിങ്ങൾക്കത് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീൽ പാത്രം എടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നല്ലപോലെ ഉടഞ്ഞ് പേസ്റ്റ് രൂപത്തിലാകണം. ഇനി നമുക്ക് മറ്റൊരു ഫ്രൈ പാൻ എടുത്ത് വയ്ക്കാം. അതിലോട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാജി മസാലയുടെ ഒരു പ്രത്യേകത ഏറ്റവും കൂടുതൽ ബട്ടറാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. എത്രത്തോളം ബട്ടർ ചേർത്ത് കൊടുക്കണോ അത്രത്തോളം കറിക്കും ടേസ്റ്റ് കൂടും. ഇനി ചെറുതാക്കി അരിഞ്ഞ് വെച്ച് കട്ട് ചെയ്ത ഒരു സവാള ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ ബട്ടറിലും വെളിച്ചെണ്ണയിലും കിടന്നിട്ട് നമ്മുടെ സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുക്കറിലെ വെജിറ്റബിൾസൊക്കെ ഒരു ഗ്യാസ് സ്റ്റവ് വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് സവാളയൊക്കെ വാട്ടാൻ അടുത്ത ഗ്യാസ് സ്റ്റൗവിലോട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരുമിച്ച് പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവാളയൊക്കെ പകുതി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ക്യാപ്സിക്കം നമുക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് പാവ് ബാജി മസാലയാണ് വേണ്ടത്. സൂപ്പർ മാർക്കറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും. ഏത് കമ്പനിയുടെ വേണമെങ്കിലും ഉപയോഗിക്കും. ഞാനിപ്പോൾ ഈ ഒരു കമ്പനിയുടെ വാങ്ങിച്ചെന്നുള്ളൂ. പാവ് ബാജി മസാലയിൽ നിന്ന് 2 ടീസ്പൂണോളം പാവ് ബാജി മസാലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആകെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു മീഡിയം എരിവാണ് വരത്തുള്ളൂ. ഓവറായിട്ട് എരിവൊന്നുമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു പാകത്തിനുള്ള എരിവാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു തക്കാളിയുടെ ഇത് കട്ട് ചെയ്ത് നമ്മൾ നേരത്തെ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്തിരുന്നു. ബാക്കി പകുതിയാണ് ഇപ്പോൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു തക്കാളി ഇവിടെയും ഒരു തക്കാളി വെജിറ്റബിൾ വേവിച്ചോട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ 1 മിനിറ്റ് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച് നല്ലപോലെ ഉടച്ചെടുത്ത് നമ്മുടെ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടും ഗ്രീൻ പീസിൻ്റെ കുറച്ച് പീസസ് മാത്രമാണ് ഉടയാതെ കിടക്കുന്നുണ്ടാവുള്ളൂ. ഇനി നമ്മുടെ കുക്കറിലോട്ട് 1 കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് ആ മസാല ഗ്രേവി കംപ്ലീറ്റ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. വെജിറ്റബിൾസൊക്കെ നല്ലപോലെ ഉടച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്ത് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് കുട്ടികൾ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ഒഴിച്ച് കൊടുത്ത ചാറും ഇതൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ തിളച്ച് വറ്റുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിതിൽ ചേർത്തത് അൺസോൾട്ടഡ് ബട്ടറാണ്. നമ്മൾ കറിയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ
എത്രത്തോളം വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ 1 സ്പൂൺ കസ്തൂരി മേത്തിയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവിയുടെ അളവൊക്കെ നോക്കി തീ ഓഫാക്കാവുന്നതാണ്. അപ്പോൾ ഇട്ട് കൊടുത്ത ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് വരട്ടെ. അതുപോലെ തന്നെ ഒരു പിടി ലാസ്റ്റ് നമ്മൾ നല്ല മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് ഈ കറി എത്രത്തോളം ഗ്രേവിയുടെ ആവശ്യമുണ്ടോ അതനുസരിച്ച് നോക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച കാരണം കൊണ്ട് ഇതിൻ്റെ ഉപ്പിൻ്റെ അളവൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. മാർക്കറ്റുകളിലൊക്കെ തന്നെ ഇപ്പോൾ പാവ് ഭാജിയുടെ ബണ്ണ് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ നമ്മുടെ സാധാരണ ബണ്ണാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള കടയിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ നടുവൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി ആ ഫ്രൈ പാനിൽ ആവശ്യത്തിനുള്ള 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേവിയിൽ നിന്ന് കുറച്ച് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബണ്ണ് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. എല്ലാ ബണ്ണും വെച്ച് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബണ്ണൊക്കെ നല്ല സോഫ്റ്റ് ആവാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ ബണ്ണിൻ്റെ മുകളിൽ 1 സ്പൂൺ ബട്ടറും കൂടി വെച്ച് കൊടുത്തിരുന്നു. എല്ലാ ബണ്ണും ഞാൻ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയും മല്ലിയിലയും ബട്ടറും ഒക്കെ നമ്മുടെ ബണ്ണിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതാ പ്ലേറ്റിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സിബിഷനൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് സവാള കട്ട് ചെയ്തതും നമ്മുടെ ആ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ പീസ് ഉണ്ടാവും. പിന്നെ കുറച്ച് മല്ലിയിലയും ഉണ്ടാവും. അപ്പോൾ ഇത് 3ഉം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാവ് ബജി മസാല കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബണ്ണും നമ്മുടെ സവാള കട്ട് ചെയ്തതും അതുപോലെ ചെറുനാരങ്ങയുടെ പീസൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാവ് ബണ്ണിൽ കാണാം നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഗ്രേവി ആയിരിക്കും നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു പാത്രത്തിലോട്ട് സൈഡിലോട്ട് ഞാൻ മാറ്റി കൊടുത്തു. സൈഡിലോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയും കൂടി ഇട്ടു. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് പാവ് ഭാജി മസാല. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഒരു പ്ലേറ്റിന് 80 രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ ബട്ടർ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും ബട്ടർ ഇട്ടിട്ട് വീഡിയോസ് ഒന്നും കൂടി എടുത്തതാണ്. ശരിക്കും ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പാവ് ബജി മസാല നമ്മൾ തയ്യാറാക്കിയിട്ട് നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിക്കോളൂ. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി കഴിക്കുന്ന ഫുഡുകളിൽ നിന്ന് മാറ്റി ഇതുപോലെ ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുള്ള ഫുഡുകൾ ഒരിക്കലെങ്കിലുമൊക്കെ തയ്യാറാക്കി കഴിച്ചു നോക്കുക. അപ്പോൾ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പികളുമായിട്ട് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. പാവ് ഭാജി മസാല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മസാലയാണ്. നിറച്ച് വെജിറ്റബിൾസും ആണ്, പിന്നെ ബട്ടറും ആണ്. അപ്പോൾ കുട്ടികളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ല ഒരു മസാലയാണ്. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിക്കോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.